രണ്ടുപേരും ഭയങ്കര പയ്യാണ് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നത്. എന്നെ പോലെ സംസാരിച്ച 10 മിനിറ്റ് തീരേണ്ട കാര്യം. അതെ പ്രിൻസ്, നാളെ അവര് എപ്പോ വരും? അപ്പൊ പ്രിൻസ്, അതെ പ്രിയ ചേച്ചി അവര് ചിലപ്പോ ഒരു അരമണിക്കൂർ വൈകി. ഇത് 10 മിനിറ്റ് ആണ് ഈ ഒരു മിനിറ്റ് തീരേണ്ട കാര്യങ്ങൾ. പ്രിൻസും കരയുന്നു, എല്ലാരും കരച്ചില്. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. ഭയങ്കര ഹാപ്പി ഫെബ്രുവരി ആണ്. കുറേ കാര്യങ്ങളുണ്ട് ആൻഡ് വി വോണ്ട് ടു ഷെയർ ദോസ് വിത്ത് യു. ഫസ്റ്റ് ഓഫ് ഓൾ ഡേ നമ്മളൊരു ഹാപ്പി സ്റ്റോറാണ്. വാലന്റൈൻസ് ഡേ അടുത്തിരിക്കുകയാണ്. സോ നമ്മൾ നമ്മളൊരു വാട്സാപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഒരു ഹാപ്പി സ്റ്റോറിന് വാട്സാപ്പിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. നമ്മളിനി ഡെയിലി അത് അപ്ഡേറ്റ് ചെയ്തായിരിക്കും. സോ ഓൺലൈൻ സെയിൽസ് നിങ്ങൾക്ക് അതിൽ കൂടെ ചെയ്യാം. പിന്നെ ഈ വരുന്ന ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ, സോ ദാറ്റ് ഇസ് ലൈക്ക് 9th and 10th, നമ്മൾ രാത്രി 12 മണി വരെ ഓപ്പൺ ആണ്. സോ മിഡ് നൈറ്റ് ഷോപ്പിംഗ് ഇസ് ഓപ്പൺ. രാത്രി 12 മണി വരെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വരാം. നമ്മുടെ ടീം ട്രീ, ആ ഉണക്കമരം ഉണ്ടല്ലോ, അത് വാലന്റൈൻസ് ഡേക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. സോ ഇതൊക്കെ കാണിക്കണം. ഇതല്ലാതെ കിഡിലനായിട്ടുള്ള കുറേ ബ്രാൻഡ്സ്, പുതിയ ബ്രാൻഡ്സ് നമുക്ക് വന്നിട്ടുണ്ട്. കാരണം ഇപ്പൊ നമുക്ക് ഇവിടുത്തെ ആൾക്കാരുടെ ടേസ്റ്റ് മനസ്സിലായി, കസ്റ്റമേഴ്സിന്റെ പ്രിഫറൻസ് മനസ്സിലായി. സോ അത് നോക്കി കുറേ ബ്രാൻഡ്സ് വന്നിട്ടുണ്ട്. അതിനെ കാണിക്കുക. ഇതൊന്നും പോരാതെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം തന്നെ നമ്മുടെ ബാങ്കോക്ക് ഫാഷൻ ബുട്ടീക്ക്. അത് നമ്മൾ ആക്ച്വലി ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. എന്നാലും അതൊന്നും നിങ്ങൾ കണ്ടിട്ട് വാ, എന്നിട്ട് ബാക്കി നമുക്ക്. എനിക്ക് ഒരുപാട് സന്തോഷത്തോടെയാണ് ഈ വ്ളോഗ് ചെയ്യുന്നത്. ആൻഡ് ഐ എം സോ ഹാപ്പി ടു പാസ് ദിസ് ന്യൂസ് ഓൺ ടു യു. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കണ്ടാണ് ഞങ്ങൾ തായ്ലൻഡിൽ പോയി നമ്മുടെ ഫസ്റ്റ് ഷിപ്പിംഗ് ആണ് ഒരു ഹാപ്പി സ്റ്റോറിൻ്റെ പേരിലേക്ക് നാട്ടിലേക്ക് വരുന്നത്. സോ എൻ്റെ അറിവ് പ്രകാരം, ഇറ്റ് മൈറ്റ് ബി റോങ്, എൻ്റെ അറിവ് പ്രകാരം ഇങ്ങനെ പെർച്ചേസ് ചെയ്ത് നാട്ടിലേക്ക് കൊണ്ടുവരുന്ന ആൾക്കാർ വളരെ കുറവാണ്. നോർമലി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വലിയ ഡീലർ കാണും, അവർ ബോംബെയിലേക്കൊക്കെ കൊണ്ടുവരും, അവരുടെ കയ്യിൽ നിന്ന് കുറേ ആൾക്കാർ വാങ്ങിയാണ് വെക്കുന്നത്. പക്ഷെ പേഴ്സണലി ഇമ്പോർട്ട് ചെയ്യുന്നത് വളരെ കുറവാണ്. സോ ഇവിടുത്തെ പ്രൊസീജിയേഴ്സ് ഒക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. വെൻ യു ബ്രിങ്ങിങ് ഇറ്റ് ഓൺ എ സ്റ്റോർ നെയിം. അത് ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടായി. ഏകദേശം 2 ആഴ്ചയായി പ്രൊഡക്റ്റ് സ്റ്റക്കായി. ഞങ്ങൾ ചിലപ്പോൾ പ്രൊഡക്റ്റ് ഇറക്കാൻ പോലും പറ്റില്ല എന്ന്. എല്ലാം ലീഗലി വാസ് സൗണ്ട്. പക്ഷേ കുറേ സേഫ്റ്റി ടെസ്റ്റും കുറേ ക്വാളിറ്റി ടെസ്റ്റും അങ്ങനെ കുറേ സംഭവങ്ങൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. സോ വി ആർ സോ ടെൻസ്. ഒരുപാട് പൈസ ചിലവായി. അതിനൊന്നും കണക്ക് പറയുന്നില്ല. ഒരുപാട്, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഓരോ ടെസ്റ്റൊക്കെ ഉണ്ട്. ഓരോ സെപ്പറേറ്റ് എന്തോ ഡൈൻ്റെ അങ്ങനെ എന്തൊക്കെയോ ടെസ്റ്റ് ഉണ്ട്. അങ്ങനെ ഓരോ ഡ്രസ്സിൻ്റെ ഓരോന്ന് വെച്ച് ടെസ്റ്റ് ചെയ്യണം. ലൈക്ക് ദാറ്റ്സ് ഓൾ വെരി എക്സ്പെൻസീവ്. എല്ലാം കഴിഞ്ഞു. ടാക്സും GSTയും എല്ലാം അടച്ചു. ആൻഡ് ഫൈനലി പ്രിയയ്ക്ക് അറിയില്ല, ദ പ്രൊഡക്റ്റ് ഇസ് ഔട്ട് ടുഡേ. ഇന്ന് ഞങ്ങൾ ജെഫ്രിൻ്റെ ഒരു ഫെയർവെൽ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്, അങ്കമാലി ഇതാണ്. സോ പ്രിയയ്ക്ക് ഭയങ്കര ഹാപ്പിയാവും. നമ്മൾ വിളിക്കാത്ത ദൈവങ്ങളില്ല. സോ ഇറ്റ്സ് ലൈക്ക് സോ ഹാപ്പി. നമ്മുടെ ബാങ്കോക്ക് ഫാഷൻ്റെ സ്റ്റോക്ക് എല്ലാം ടെസ്റ്റും എല്ലാം പാസ്സായി വെളിയിലേക്ക് ഇറങ്ങുന്ന ഒരു ദിവസമാണ്. സോ ആദ്യം നമുക്ക് എയർപോർട്ടിൽ പോവാം. അത് കഴിഞ്ഞിട്ട് വേറൊരു ദിവസമായിരിക്കും. അത് ഈ വീഡിയോ തന്നെ വരാം. കുറച്ച് സ്റ്റോക്ക് അറേഞ്ച് ചെയ്യുന്നതിൻ്റെ, കാരണം അത്രയും സന്തോഷമാണ്. നമ്മുടെ സ്റ്റോറിൽ ഫസ്റ്റ് ഷിപ്മെൻറ്റ് ഇറങ്ങിയതല്ലേ. ഇറ്റ്സ് എ വെരി ഹാർഡ് ടാസ്ക്, ബട്ട് വി മെയ്ഡ് ഇറ്റ് പോസിബിൾ. സോ വെരി ഹാപ്പി. അതൊന്ന് ഷെയർ ചെയ്യാനാണ്. സോ ഇത് ഭയങ്കര സർപ്രൈസിങ്. ബ്രേക്ക് ഭയങ്കര സർപ്രൈസും ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. ഇന്ന് ഇറങ്ങുക. ഇത് സാധനം ഇറങ്ങുക. പ്രിൻസും കരയുന്നു, എല്ലാരും കരച്ചില്. ഞാനല്ല, പ്രിൻസാണ് ഫുൾ റെസ്പോൺസിബിലിറ്റി. എയർപോർട്ടിന്റെ കാർഗോ സെക്ഷൻ ആണ്. നമ്മൾ ഇവിടെ വന്ന് അടിച്ച ടെൻഷൻ പറഞ്ഞു കൊടുക്കണ്ട അല്ലേ പ്രിൻസ്? എത്രാമത്തെ തവണ വരുന്നത്? അതെ, ഇവേ ബില്ല് അയച്ചിട്ടുണ്ടേ വാട്സാപ്പില്. ഇപ്പൊ ഇറങ്ങും. പോയിട്ടുണ്ട് രാമകൃഷ്ണകത്തേക്ക്. 11-12 വെട്ടിയിട്ട് ഇപ്പൊ ഇറങ്ങും. ആ മുഖത്തോക്ക്. അപ്പയും അമ്മയും കഷ്ടപ്പെട്ട് വാങ്ങിയ ഡ്രസ്സൊക്കെ ഇപ്പൊ ഇറങ്ങും. ഇതാണ് നമ്മുടെ ഷോപ്പിൽ കുറെ പുതിയ സാധനങ്ങളൊക്കെ വരും. ഇതെന്റെ ചേച്ചിയും ഫാമിലിയാണ്. അവരെയും കാണിക്കാത്തത് ഒരു അടിപൊളി വ്ളോഗിൽ കാണിക്കണം. അപ്പൊ എന്തായാലും അവരിത് പോകുന്നുണ്ട്. ഓടിപ്പോയി കാണിക്കട്ടെ. എടുത്തോളൂ പ്രാഡോ ലാൻഡ് ക്രൂസർ. അതെ പ്രിയ, ഇതേ കാട്ടി സന്തോഷം എന്ത് വേണം? ആരിറക്കി വെച്ച? ഒരാള് വെറുതെ പോയി ബിരിയാണി, മീൽസും പായസവും ഒക്കെ വാങ്ങിക്കൊടുത്തിട്ട്
ഇനി നമുക്ക് അടുത്തത് ഇതിലെ കുറച്ച് ഐറ്റംസ് കാണിക്കാം. സന്തോഷത്തിനെ കാണിക്കണ്ട നമ്മൾ എന്തൊക്കെ ഇതിന്റെ അകത്ത് ഉള്ളേന്ന്. ഓ സമാധാനമായി. ഇതൊക്കെ എല്ലാം ഇതറിയോ, ഈ എല്ലാ പെട്ടികളും ഞാൻ ഒറ്റയ്ക്കാണ്. അതെ, ഞാൻ ഒറ്റ പാക്ക് ചെയ്തത് എല്ലാരും ഉണ്ടായിരുന്നു. ഓരോ പെട്ടി ഹോട്ടലിൽ നിന്ന് താഴെ കൊണ്ടുപോയി വണ്ടി ലോഡ് ചെയ്തത് ഞാനാ. കേട്ടല്ലോ. ഗൈസ്, അപ്പൊ ഇത് ആ വീഡിയോ നമ്മൾ എയർപോർട്ടിൽ പോയിട്ട് 3-ാമത്തെ ദിവസം കഴിഞ്ഞിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. കാരണം ഇപ്പോഴാണ് എല്ലാം ഒന്ന് സെറ്റിൽ ആയത്. വെറുതെ അല്ല ആരും ഇത് ചെയ്യാത്തത്. ഞങ്ങളിപ്പോൾ ഇവിടെ വന്ന് ക്ലിയറിംഗ് ഏജന്റിനോട് ചോദിച്ചു. എനിക്ക് ചിലപ്പം ഞങ്ങളുടെ ലിമിറ്റഡ് നോളജ് ആയിരിക്കും, പക്ഷേ കേരളത്തിൽ ഇങ്ങനെ ഗാർമെന്റ്സ് സ്വന്തമായിട്ട് പോയി സെലക്ട് ചെയ്ത് ഇറക്കുന്ന ആൾക്കാരില്ല എന്നാണ് പറയുന്നത്. അവർ പറയുന്ന പോലെ വലിയ വലിയ ഇമ്പോർട്ടേഴ്സ് ഒരുപാട് ക്വാണ്ടിറ്റി കൊണ്ടുവരുമ്പോൾ മേ ബി മദ്രാസിലേക്കോ അല്ലെങ്കിൽ ബോംബെയിലേക്ക് വരുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കുറേ പേര് വാങ്ങുന്നുണ്ട്. അല്ലാതെ ഇതുപോലെ സെലക്ട് ചെയ്ത് കൊണ്ടുവരാൻ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഭയങ്കര കോസ്റ്റാണ്, ഓവർ ഹെഡ്സ് ഒരുപാട് വരും. അതുകൊണ്ട് ആരും ചെയ്യുന്നില്ല. പക്ഷേ നമുക്ക് പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഉള്ളത് കൊണ്ടും പിന്നെ നമ്മുടെ ഒരു പാഷൻ എല്ലാം കൂടെ കൊണ്ടും നമ്മളിത് ചെയ്യുവാണ്. ആൻഡ് ഹോപ്പ്ഫുള്ളി ഇത്തവണത്തെ കളക്ഷൻ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഞാൻ ജസ്റ്റ് ഇവിടെ ഇപ്പോൾ എല്ലാവരും ഒന്ന് ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്, അത് കാണിക്കാം. അത് കഴിഞ്ഞാൽ സ്റ്റോറിൽ ഉള്ള പ്രോപ്പറായിട്ട് നമ്മളെല്ലാ കളക്ഷൻസും പുതിയതാക്കുവാണ് നമ്മുടെ ബാങ്കോക്ക് ഫാഷൻ്റെ. സോ അതെല്ലാം കൂടെ ഒന്ന് കാണിച്ചു തരാം. അവിടുത്തെ കളക്ഷൻസ് പൊളിക്കുമോ? ഉറപ്പാണല്ലോ. ഫെബ്രുവരി തൊട്ട് ഞാൻ കഷ്ടപ്പെട്ട് ചുമന്നാണ്. ഇവർ കഷ്ടപ്പെട്ടിരുന്ന് സോർട്ടിക്കോ ടാഗിക്കോ ഓടി രണ്ട് സഹായം എൻജോയ് ചെയ്തത്. അതെ, ഇത് നിങ്ങളൊന്ന് വന്ന് ആസ്വദിച്ചാ മതി. ടൂറിസം ഡ്രസ് ഉണ്ടോ? ഒരു ഷർട്ട്, അത് കുറെ പേര് ചോദിച്ചു. എടുത്തേ, സഹാല അപ്പളേ പറഞ്ഞു ദേ ഇത് ഓർഡർ ഒരു അതുകൊണ്ട് ദേ പറഞ്ഞു. അതുകൊണ്ട് ഓറഞ്ചും ഒക്കെ ഉണ്ട്. ഇതെല്ലാം സ്റ്റോറിലും ഓൺലൈനിലൊക്കെ നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. ഓക്കെ, കൊള്ളാവോ കളക്ഷൻസ്? സൂപ്പറാണോ? ഷാല ഉറപ്പാണല്ലോ, എല്ലാം സെല്ലോട്ട് ആവുമല്ലോ. അല്ല പ്രിയ, അവിടെ 2 മാറ്റി വെച്ചത് കാണിച്ചേ. റൂമിൽ 2 മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ഡാഫി ഡക്കിന്റെ. ഞാൻ ഇപ്പളാ കണ്ടേ. ഞാൻ നോക്കിയപ്പോ 2 മാറ്റി വെച്ചിരിക്കുന്നു അവിടെ. മിക്കി മൗസ് ഒക്കെ ഉണ്ട്. അതല്ലാതെ ഫുൾ സ്ലീവ് ഈ സ്വെറ്റ് ഷർട്ട്സ് പോലത്തെ കുറെ പേര് ചോദിച്ചു. അതുകൊണ്ട് അവർക്ക് വേണ്ടി സ്പെഷ്യലായി നമ്മൾ കൊണ്ടുവന്നാണ്. ഓക്കെ, മാറ്റി വെച്ചത് എവിടെ? സെസ്മി സ്ട്രീറ്റിന്റെ. ഇത് ഞാനാ സെലക്ട് ചെയ്ത സെസ്മി സ്ട്രീറ്റിന്റെ. മറ്റേത് പ്രിയ എടുത്തതാ. നൈസ്, അടിപൊളിയാ. കൊറേ ഉണ്ട് കാണിക്കാനായിട്ട്. അത് അതെ, സെലക്ട് ചെയ്ത് വെക്കും. അപ്പൊ ഇനി ബാക്കി നമുക്ക് സ്റ്റോറിൽ വെച്ച് കാണിക്കാം. ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കണം ഇത്തവണ. നമ്മൾ മിഡ് നൈറ്റ് സെയിലും പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ ഫെബ്രുവരിയിൽ. കാണിക്കണമല്ലോ. അതെ, കുറെ അടിപൊളി. എനിക്ക് പറ്റിയ ഒരാളും വന്നിട്ടുണ്ട് ഭാഗ്യത്തിന്. അപ്പൊ സ്റ്റോറി വെച്ച് കാണാം. ഓക്കെ പ്രിയ, സോ അഡ്വാൻസ് ഹാപ്പി വാലന്റൈൻസ് ഡേ. അത് മാത്രല്ല, ഞാൻ മറ്റേ നമ്മുടെ ബാങ്കോക്കിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് വ്ളോഗിൽ കൂടെ പറഞ്ഞത്. അങ്ങനെ ആ ഒരു കരച്ചിലും, ആ കരച്ചിലിൽ നിന്നാണ് ഈ ചിരി വന്നിരിക്കുന്നത്. ആനന്ദ കണ്ണീരിന്ന് ഈ ചിരി. ആനന്ദ കണ്ണീരായിരുന്നു അത്. പൈറ്റ് വഴി ഇറക്കിയ നമ്മുടെ ഔട്ട്ഫിറ്റ്സ് അതിലൊന്നാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അത് പ്രിയക്ക് പ്രത്യേകം കാണിക്കണം എന്ന് പറഞ്ഞു. ഇതാണ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ഷോപ്പിൽ ഉണ്ടാവും. വാലന്റൈൻസ് ഡേ ന്യൂ കളക്ഷൻസ് എന്താണ് നമുക്ക് ബാങ്കോക്ക് ഫാഷന്റെ ന്യൂ കളക്ഷൻസ് എന്താണ്? അതൊക്കെ മുമ്പ് നമുക്ക് നമ്മുടെ തീം ട്രീ കാണിക്കാം. ഉണക്കമരം വാലന്റൈൻസ് ഡേക്ക് ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്ത്, ഞാനല്ല നമ്മുടെ പ്രിൻസും നമ്മുടെ സഹാലയും എല്ലാവരും. പ്രിൻസ് ആയിരിക്കും ഏറ്റവും നന്നായി ചെയ്തത്. പ്രിൻസ് ആണല്ലോ ഇവിടുത്തെ റൊമാൻറ്റിക് ഹീറോ. ഏണിയൊക്കെ വെച്ച് മാളില് ദില്ലു ചേട്ടനോട് പൊക്കോളോണ്ട് ഇടാൻ പറഞ്ഞതാ. ഞാൻ നടക്കില്ല. പക്ഷെ പല പ്രിൻസ് പാവം സ്റ്റൂള് വെച്ച് മേളിൽ കയറി ക്ലീൻ ആക്കി ഇട്ടു. പ്രിൻസ് റൊമാൻറ്റിക് ഹീറോ ആയതുകൊണ്ടാ. പ്രിൻസ് കല്യാണം കഴിക്കുന്നുണ്ടാവും. അപ്പൊ ഇതാണ് നമ്മുടെ വാട്ട് എ ബ്യൂട്ടി അല്ലേ. വേറൊരു ഐഡിയ പറഞ്ഞു ജോയ് പറഞ്ഞാട്ടോ. ഇവിടെ ഉണ്ടല്ലോ ഇവിടെ ഒരു വലിയ ഹാർട്ട് പോലെ കട്ടൗട്ടോ. എന്നിട്ട് എന്റെ അകത്തൂടെ ഫോട്ടോ എടുക്കാനാ എനിക്ക് തോന്നി പറയുന്നത്. ഫോട്ടോ എടുക്കാലോ. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ടീം ട്രീ നമ്മള് ഹാർട്ടൊക്കെ വെച്ച് ഫെബ്രുവരി മാസം ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്കി വെച്ചിരിക്കുകയാണ്. ആൻഡ് എല്ലാരും കമന്റ് ചെയ്യാം പ്രിയയുടെ ഐഡിയ എങ്ങനെയുണ്ടെന്ന് ടീം ട്രീയുടെ, അല്ലേ? ഇനി വാ ബാങ്കോക്ക് ഫാഷന്റെ. അപ്പൊ
അപ്പൊ ആദ്യം നമ്മളുടെ ആദ്യത്തെ പുതുമ നമ്മുടെ ബാങ്കോക്ക് ഫാഷൻ. എന്റെ ഐഡിയ ഇത് ദില്ലു ചേട്ടന്റെ ഐഡിയ ആണ്. നോക്ക് കണ്ട, ബാങ്കോക്ക് ഫാഷൻ ഹാൻഡ് പിക്ക് കളക്ഷൻ ഫ്രം ബാങ്കോക്ക്. കാരണം ഒരുവിധം ആൾക്കും അറിയില്ല നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഹാൻഡ് പിക്ക് കളക്ഷൻസ് ഇമ്പോർട്ടഡ് ഫ്രം ബാങ്കോക്ക് ആണ്. സോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലാതെ ആൾക്കാർക്ക് അറിയില്ലല്ലോ. സോ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. നിയോൺ ലൈറ്റ്സിലൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ അതെ, പ്രിയയുടെ കേറുമ്പോ തന്നെ പ്രിയയുടെ മെയിൻ സംഭവം ഇരിക്കുന്നു. ഇത് നമ്മുടെ ബെസ്റ്റ് സെല്ലറാണ്. ഞാൻ ഇതും ഒക്കെ ബെസ്റ്റ് സെല്ലറാണ്. പ്രിയ ബാങ്കോക്ക് ഇട്ട് ഷൈൻ ചെയ്ത സംഭവങ്ങളാണ്. അതെ, പുതിയ ഔട്ട്ഫിറ്റ്സ് നമ്മള് അന്ന് ഞാൻ ബാങ്കോക്കിൽ വെച്ച് ഇട്ടപ്പോ എൻക്വയറിയോടെ പെരുമഴയായിരുന്നു. അതെ, അപ്പൊ നമ്മള് പറഞ്ഞ അപ്പൊ കിട്ടിയിട്ടില്ലാന്ന്. അപ്പൊ ഇപ്പൊ എല്ലാം വന്നിട്ടുണ്ട്. അതെ, വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഇതും പുതിയ സാധനമാണല്ലോ. ഇരിക്കാൻ ഇവിടെ ബാങ്കോക്ക് ഫാഷനിലും ഇരിക്കാൻ സ്ഥലം വേണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നടുക്ക് ഞാൻ പറഞ്ഞ ഡിസ്പ്ലേക്ക് വെക്കാൻ കൂടുതൽ ഡ്രസ്സ് ഇടാലോ. പ്രിയക്ക് അതൊന്നും പറ്റില്ല, ആൾക്കാർ ഇരിക്കണം എന്ന്. എനിക്ക് എവിടെ പോയാലും ഇരിക്കണം. അതുകൊണ്ട് എല്ലാവർക്കും ആ സൗകര്യം കൊടുത്തു. എന്റെ ഷോപ്പിൽ എല്ലാവർക്കും ഇരിക്കാൻ ഞാൻ സ്പേസ്. പക്ഷെ നല്ല പോളിസ്റ്റിയാണ്. ഇരുന്ന് കഴിഞ്ഞാൽ എന്താ പറ്റാറിയോ, ഇവരിങ്ങനെയൊക്കെ നോക്കിയൊക്കെ ഷോപ്പ് ചെയ്യും. ടയർഡ് ആവില്ലല്ലോ. അതെ, നിക്കണി വേഗം ഒരു പോയി കളഞ്ഞാലോ. അതാണ്. അതാണല്ലേ. ഓക്കെ, അപ്പൊ നമ്മുടെ ബാങ്കോക്ക് ഫാഷനിലെ വാലന്റൈൻസ് ഡേ കുറച്ച് സ്പെഷ്യൽ വന്നിട്ടുണ്ട്. കളക്ഷൻസ് ആണിത്. കണ്ടോ? ഡ്രസ്സാ? ഡ്രസ്സാ. അതായത് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ. നമ്മൾ അന്നും വ്ലോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇല്ല, അവിടെ ബാങ്കോക്കിൽ. ഇല്ല. ഇത് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആണ്. ഇത് ഒരെണ്ണമുണ്ട്. അപ്പൊ പ്രിയ ഇതിൽ ഏതെങ്കിലും ആയിരിക്കും പ്രിയ ഇടുന്നത്? ഇതാ, എനിക്ക് കേറിയാൽ കിട്ടാവോന്ന് അറിയത്തില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ട്. നല്ല കളർ അല്ലേ? ഇത് ബ്ലാക്ക്. ഏത് പാർട്ടിക്ക് ഇട്ടാലും അടിപൊളിയായിരിക്കും. ബ്ലൂ. നൈസ്. ഇതിട്ട് യു കൻ വെയർ ഫോർ എ റിസപ്ഷൻ ഓൾസോ. എന്തെങ്കിലും കല്യാണ റിസപ്ഷനോ ബർത്ത്ഡേ പാർട്ടിക്കോ ബർത്ത്ഡേക്കോ ബർത്ത്ഡേ ഗേളിനോ അല്ലേ? നമ്മള് തപ്പി പിടിച്ച കൊറിയൻ ഷോപ്പ് ഇപ്പൊ വാങ്ങിയല്ലേ? അതെ, കൊള്ളാല്ലേ? ഭയങ്കര ട്രെൻഡിയാണ്. ഭയങ്കര യുവ. കുറെ പോക്കറ്റ്സ് ഉള്ള പാന്റ്. ഇത് പുതിയ കളക്ഷനിൽ വന്നതാണ്. ബിക്കോസ് ഇവിടെ നമ്മൾ നേരത്തെ ഇങ്ങനത്തെ ഡെനിം പാന്റ് ഇല്ലായിരുന്നു. ഇതിന്റെ ഇതാ 2 ഷെയ്ഡ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഉണ്ടോ? നല്ലല്ലേ? ഇങ്ങനത്തെ ലോങ് ഡ്രസ്സസ്, ഗ്രീന്, വൈറ്റ്, ഇതൊക്കെ ലോങ് ഡ്രസ്സസ് നമ്മളവിടെ ബാങ്കോക്കിൽ നമ്മൾ ഷോപ്പ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ ലോങ് ഡ്രസ്സസ്, ആ സൈഡ് മൊത്തം ലോങ് ഡ്രസ്സസ് ആണ്. നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ എല്ലാം ഒരുവിധം പുതിയ സ്റ്റോക്കാണ്. സോ ഈ സൈഡില് ഈ ടോപ്സും അങ്ങനത്തെ സംഭവങ്ങള്, ഈ സൈഡിലും ടോപ്സ്, ഈ സൈഡിൽ കുറച്ച് ട്രെൻഡി ഡ്രസ്സസ്. ഓ നൈസ്. പ്രിയ ഇട്ടിരിക്കുന്ന പോലെ തന്നെ ഒരു വേറൊരു ടൈപ്പ് കുറച്ച്. ഓക്കെ, ലോങ് ഡ്രസ് ഉണ്ട്. കയ്യിലൊക്കെ അപ്പൊ ഓൾമോസ്റ്റ് എല്ലാ പുതിയ കളക്ഷൻസ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ അവിടെ നേരത്തെ കാണിച്ച ഷോൾസ് ഉണ്ട്. പിന്നെ ഈ സൈഡിൽ നമ്മുടെ മെയിൻ ബെസ്റ്റ് സെല്ലേഴ്സ് എന്ന് പറയുമ്പോൾ പ്രിയ കൂടുതൽ വ്ളോഗ്സിൽ ഇട്ട ഡ്രസ്സുകൾ ഇതല്ലേ ഇട്ടത്? മറ്റേ ഐസ്ക്രീം പാർലറിലും കണ്ടുപോയപ്പോ ഏകദേശം അല്ലേ? കണ്ട, ഇനി മേലെ പറയരുത് ഞാൻ ഡ്രസ്സ് ഇടുന്നൊന്നും ഓർമ്മയില്ല. ഞാൻ കറക്റ്റ് ഓർമ്മ വെച്ച് പറയുന്നതാണ്ടാ. അതെ, എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിട്ട് നിങ്ങളെ കാര്യമില്ല. ഒരു ഹാപ്പി സ്റ്റോറിലേക്ക് അയക്കണേ. ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ ഓർഡേഴ്സ് ഒക്കെ എടുക്കാം. പിന്നെ എനിക്ക് എന്റെ ഫേവറേറ്റ് ആയ ഡ്രസ്സാണ് ഇത് രണ്ടും. ഇത് പറഞ്ഞാൽ ഞാൻ പാത്തുവിനും നച്ചുവിനും കൊടുത്തിട്ടുണ്ട്. നല്ലല്ലേ? വെരി പ്രിറ്റിനു. ആക്ച്വലി ഇതുണ്ടല്ലോ, അയ്യോ ടോപ്പ് ഇങ്ങനെയാണല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ വാങ്ങാത്തവരുണ്ട്. പക്ഷെ ഇത് ഇട്ടിട്ട് ഇതിന്റെ മേലെ കൂടെ ഒരു ട്രാൻസ്പെറന്റ് വൈറ്റ് ഷർട്ട് ഇടാം. മനസ്സിലായോ? അപ്പൊ ഇത് ഇന്നർ പോലെയാവും. പക്ഷെ അപ്പൊ അതിന്റെ അകത്തെ ഭംഗിയും കാണാം. യു ക്യാൻ യൂസ് ദിസ് ഓൾസോ. ഈ സ്കേർട്ടും വേണമെങ്കിൽ വെറുതെ പ്ലെയിൻ ടീഷർട്ടിന്റെ കൂടെ ഇടാം. മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഇടാം. നല്ലല്ലേ? ഇവിടെ ബാക്കിലത്തുള്ള ഒരു ഇംഗ്ലീഷ് ഡ്രസ് നല്ല രസമുണ്ട്. ഇതിന്റെ വർക്ക് ഒക്കെ കണ്ട ഫ്രിൽസും. അതല്ലേ? ഇതല്ലേ? നല്ല ഭംഗിയില്ലേ? ഇതൊക്കെ മറ്റേ പ്രിയ റീലിൽ ഇട്ടത്. ഇതൊക്കെ ഞാൻ മറ്റേ ഇതിന്റെ ബ്ലൂ പോൾക്ക ഇട്ടത് അത് പോയി. ഞാൻ റീലിൽ ഇട്ടത് പോയി. ഇപ്പൊ അതിന്റെ വേറെ കളർ ഷെയ്ഡ്സ് ആണ്. ഇത് ബ്ലാക്ക്. ദിസ് ഈസ് എ ഡ്രസ് ആക്ച്വലി കേട്ടോ. ഓക്കെ, അപ്പൊ കാണിക്കുകയാണെങ്കിൽ കുറെ ഉണ്ട്. അപ്പൊ ഞങ്ങള് ലൈവ് ഷോ ഇത് നമ്മുടെ ഏകദേശം സ്ട്രോബെറി കിട്ടാത്തതുകൊണ്ട് അതിന്റെ അടുത്തുള്ള റോസാപ്പൂ റോസാപ്പൂ ഡ്രസ്.
ഏകദേശം അടുത്തുള്ള സ്ട്രോബെറിയുടെ ഉള്ള ഡ്രസ് പോലെ ഉണ്ട്. ഡ്രസ്സാണത്. പിന്നെ ഇന്നൊരു ഫോർണർ ഒന്ന് എടുത്തോണ്ട് പോയില്ലേ, ആ അത് ഈ ഡ്രസ്സായിരുന്നു. അപ്പൊ പ്രിയ ക്യാമറ കൂടെ ഒക്കെ നോക്കും കേട്ടോ ഇവിടെ. ആ ഫോറിനറിനെ നമുക്ക് മോഡലിംഗിന് കിട്ടുമെന്നായിരുന്നു പ്രിയയുടെ ആദ്യത്തെ ചോദ്യം. പക്ഷെ പ്രിയ ഇല്ലാതെ പോയി. അതിന് മുന്നേ അവര് പോയി. എന്താ നോക്കാം, ഈ ഡ്രസ്സായിട്ടെ ഫോർണർ നല്ലതല്ലേ, ഇങ്ങനത്തെ കളർ ഇത്തവണ അവിടെ മറ്റേ റോസാപ്പൂ കൈയുള്ളത് കഴിഞ്ഞു അല്ലെ, അതിന് പകരമാണ് ഇങ്ങനത്തെ ഫ്രിൽസ് ഉള്ളത് കിട്ടിയത്. കയ്യില് കണ്ടോ ഇങ്ങനെ ഫ്രിൽസ് ഉള്ളതാണ്. പക്ഷെ ഇതിന്റെ നെക്ക് കണ്ടോ, നെക്ക് ഇങ്ങനെ വരും ഫ്രണ്ടില് കെട്ടുമാരി കണ്ടോ, നല്ല ഭംഗിയില്ലേ, ഡിഫറെന്റോ, വെരി ഡിഫറെന്റോ. അപ്പൊ ഇങ്ങനത്തെ കളക്ഷൻസ് ഒക്കെ ബാങ്കോക്ക് ഫാഷനിൽ നിങ്ങൾ വരുമ്പോ കേറി നോക്കി വാങ്ങുക. പുതിയ 2 ബ്രാൻഡ് ഉണ്ട്, രണ്ടും നമ്മുടെ ഫേവറേറ്റ് ആണ്. കാരണം ഇത് ഞാനിപ്പോ ഇട്ടിരിക്കുവാണ്, കുറച്ച് ദിവസമായി ഞാൻ ഇടുന്നുണ്ട്. അതിനെ കുറിച്ച് ഞാൻ പറയാം, ഇത് പ്രിയ പറയും. നമ്മുടെ കാലിക്കറ്റ് എക്സിബിഷനിൽ വെച്ച് പരിചയപ്പെട്ടതാ. അതെ, കാലിക്കറ്റ് എക്സിബിഷന് നമ്മുടെ ഭാഗമായിരുന്നു ഇവര്. ചാർലി ഓൾവേസ് ചാർമിങ് ലൈക്ക് മീ. അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള പ്രിന്റ്സ് ആണ്. കസ്റ്റം മെയ്ഡ് ബോയ്സിന് മാത്രമേ ഉള്ളൂ ഇപ്പൊ. പ്ലാനിങ് ടു സ്റ്റാർട്ട് ഫോർ ഗേൾസ്. അതെ, അബൌട്ട് 2 തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര അഫോർഡബിൾ ആണ് കണ്ടോ, ആൻഡ് വെരി യുണീക്ക് പ്രിന്റ്സ് അല്ലേ, അല്ലേ, ലൈക്ക് സാറ ടൈപ്പ്. ഭയങ്കര ഡിസൈനർ വെയർ പ്യുവർ കോട്ടൺ ഷർട്ട് ഫോർ കിഡ്സ്. 2 വയസ്സ് തൊട്ടുള്ളതാണ്. ആ ലെപ്പേർഡിന്റെ ഒക്കെ കണ്ടോ, ഇത് കണ്ടോ, അതെ, ലൈക്ക് സാറ ടൈപ്പ് ആണോ, ഭയങ്കര ഭംഗിയുള്ള ഷർട്ട്സ് ആണ്. വേദുവിന് 2-3 ഉണ്ട് ഇവരുടെ. ഒരു കുഴപ്പമില്ല, വേദു ഇപ്പോഴും അത് ഇടുന്നുണ്ട്. ഇങ്ങനത്തെ നല്ല നല്ല ഷോർട്സ് ആണ് ഇവരുടെ ഉള്ളത്. നല്ല ഭംഗിയാണ്, ഒരുപാട് ഭംഗിയുള്ള ഷർട്ട്സ് ഉണ്ട്. കിഡ് ഷർട്ട്സ് ആണ് ഇവരുടെ മെയിൻ. പിന്നെ കോട്ട് സെറ്റ്സ് ഉണ്ടായിരുന്നല്ലോ, കഴിഞ്ഞോ? കോട്ട് സെറ്റ്സ് കഴിഞ്ഞു തോന്നുന്നു. കുട്ടികളുടെ കോട്ട് സെറ്റ്സ് ഉണ്ടായിരുന്നു, ബോയ്സിന്റെ ഒക്കെ. അത് കോട്ട് സെറ്റാ, കോട്ട് സെറ്റ് അല്ല, സെറ്റ് ആണത്. ആ ഷർട്ട് തുറന്ന് കാണിക്കും, നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്ത് ക്വാളിറ്റിയാ നോക്ക്. ഇത് ചൈനീസ് കോളർ പോലെ വെച്ചാ വരുന്നത്. ഓൾമോസ്റ്റ് ഒരു ലിനൻ പോലത്തെ മെറ്റീരിയൽ ആണ്. വെരി പ്രിറ്റി ആൻഡ് ഗുഡ് ക്വാളിറ്റി ഓൾസോ. ഗുഡ് ക്വാളിറ്റി. അപ്പൊ ബോയ്സിന്റെ ആണ് മെയിൻ. ഇവർക്ക് 2 above ആണ് നമ്മുടെ ഇവിടെ അവൈലബിൾ. അപ്പൊ കുട്ടികൾക്ക് ഇവിടെ അധികം കളക്ഷൻസ് ഇല്ലാന്ന് പറഞ്ഞവർക്ക് നമ്മൾ ആഡ് ചെയ്തതാണ്. കാർബൺ കോപ്പി ഞാനും പ്രിൻസും കൂടെ പ്രിയനെ നിർബന്ധിച്ചെടുത്തതാണ്. ഇവിടെ വെബ്സൈറ്റ് കയറിയപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ സത്യം പറഞ്ഞ എറണാകുളത്തല്ല, ഓൺലൈൻ എവിടെയും കണ്ടിട്ടില്ല. കാരണം കാസിന്റെ ബേസ് ചെയ്തുള്ള ടീഷർട്സ് എവിടെയും കണ്ടിട്ടില്ല. പ്രിയ കണ്ടിട്ടുണ്ടോ? അത് നോക്കാറുണ്ട്. ഇപ്പൊ കണ്ടല്ല, ഇത് കാർബൺ കോപ്പിയുടെ ഇട്ടിരിക്കുന്നത്. അപ്പൊ ഞാനൊരു 3-4 തവണ ഇട്ടിട്ടുണ്ട്, വാഷ് ചെയ്തിട്ടുണ്ട്, വാഷിംഗ് മെഷീനിലിട്ട്. ഒന്നും പറ്റിയിട്ടില്ല, ശ്രിങ്കേജ് ഒന്നും. ഭയങ്കര അഫോർഡബിളും ആണ്. ഇവരുടെ റേറ്റ് എത്രയായിരുന്നു വരുന്നത്? ഏകദേശം 600 റേഞ്ചിലും കാണ്ടേ വരുന്നുള്ളൂ. പക്ഷെ ഫോർ ദാറ്റ് ഇറ്റ്സ് ഗുഡ് ക്വാളിറ്റി. പിന്നെ നമ്മുടെ ഒരു 90s കിഡ്സ് ഒക്കെ ആണെങ്കിൽ എന്നെ പോലത്തെ ഫ്രണ്ട്സിനെ എന്നെ പോലത്തെ അല്ല, എന്നെ പോലത്തെ 70s കിഡ്സിനെ റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. 2000-ലല്ല 90s-ലാണ്. ഞങ്ങൾക്ക് ഇത് കണ്ട മറ്റേ ടിവി സിഗ്നൽ ലോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ. അപ്പൊ നമ്മള് ലോസ്റ്റ് ആണെങ്കിൽ ഇത് ഇട്ടാ മതി, ലോസ്റ്റ് വേൾഡ്. അപ്പൊ ആരും ഒന്നും ചോദിക്കാൻ പറ്റില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡ്സിലാണുള്ളത്. പിന്നെ നമുക്ക് നല്ല കിട്ടുന്ന റാലി കാസിന്റെ കുറെ ഭയങ്കര ഇതുപോലത്തെ നല്ല ടീഷർട്സ് ഉണ്ട്. പ്രിയക്ക് പറ്റിയ ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം. എനിക്കറിയാം എനിക്ക് പറ്റിയത് വീണ്ടും ഇതെനിക്ക് എന്തായാലും ഒരെണ്ണം വേണം. You are not 90s and why you want to wear that? Why? You are I am 90s kid പിന്നെ. ശരി, എല്ലാരും വിശ്വസിച്ചു. You show me. ഞാൻ കാണിച്ചു തരും. എന്റെ പാസ്പോർട്ട് ഞാൻ കാണിച്ചു തരും. You show me my t-shirt. എന്നാ പിടിച്ചോ. എല്ലാവരുടെയും മുതലാളി. അതെ, ആ ഒരു റെസ്പെക്ട് ഉണ്ടായാ കൊള്ളാം. കാണിക്കണോ? സോ ഇത് കാർബൺ കോപ്പി എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ്. ഇനി ബാക്കിയുള്ള എല്ലാം പ്രിയ കാണിക്കും. മറ്റേത് കാണിക്കാം ആദ്യമേ, മഴവില്ല്. അങ്ങോട്ടേക്ക് പോവാം. സ്റ്റോറിലുള്ള ബ്രാൻഡ്സ് എല്ലാവരും ഈ ഫെബ്രുവരി ബേസ് ആയിട്ട് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങനെ എല്ലാ ബ്രാൻഡ്സിനും കാണിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും കാണിക്കാറാണ്. നിങ്ങൾ സ്റ്റോറി തന്നെ വന്ന് നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹാപ്പി സ്റ്റോറിന്റെ വെബ് പേജിൽ പോവാ. ഇനി നമ്മൾ അടുത്തത് കാണിക്കുന്നത് മഴവില്ലാണ്. വാലന്റൈൻസ് ഡേ കൂടുതൽ ഡീകോർ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കാൻഡിൽസ്, കപ്സ്, ഒരുപാട് സംഭവങ്ങൾ വന്നിട്ടുണ്ട്.
പ്രിയക്ക് ഒരെണ്ണം എനിക്ക് വാങ്ങി തന്നൂടെ പ്രിയ, ഒരു ലവിന്റെ കപ്പ്. ലവേ ഇല്ല അന്ന്, അങ്ങനെയാണെങ്കിൽ ഒരു ലവിന്റെ കപ്പെങ്കിലും തന്നൂടെ? അതെന്താ അറിയോ, അത് എന്നെ കണ്ട എങ്ങനെ ലവ് തോന്നാതെ ഇരിക്കും, അത് പറ. ഉള്ളിലുള്ള സ്നേഹം ഉള്ളിലാണ് ഇരിക്കുന്നത്. ഇതിൽ കൂടെ ഇത് തരുമ്പോ എനിക്ക് മനസ്സിലാവും. ഈ കപ്പ കാണാൻ പൊട്ടിപ്പോയാ അത് വിഷമാവൂലേ, അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ സാധനം ഒന്നും ഗിഫ്റ്റ് ചെയ്യാത്ത. പൊട്ടണ സാധനം ഒന്നും ഞാൻ തരില്ല അല്ലേ? ഇല്ല. പക്ഷെ ഇതാണ് കറക്റ്റ് ഗിഫ്റ്റ്. എനിക്ക് വിഷമാവും. ഇതെന്താണെന്നറിയോ, ഏറ്റവും കുടിച്ചു കഴിയുമ്പോ ഏറ്റവും അടിയിൽ വരെ ലവ് ചിഹ്നം കാണും. ഞാനൊന്നും തന്നില്ലാന്ന് പറയുന്നു. എന്റെ എന്ത് കുടിക്കാനാ? കുടിക്കാനാണോ? ഞാൻ വിചാരിച്ചു ഇത് പറയാൻ വേണ്ടിട്ട്. പക്ഷെ കൊള്ളാം കണ്ട, ഇത് കുടിച്ചു കഴിഞ്ഞ് ഫുൾ തീർത്ത് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് യു ലവ് ദ ഡ്രിങ്ക്. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് അത് കാണാൻ പറ്റും. സാരീസ്, ജ്വല്ലറീസ് എല്ലാം നമ്മൾ എല്ലായിടത്തും ഫുൾ സ്റ്റോക്ക്ഡ് ആണ്. നിങ്ങൾക്ക് ഓപ്ഷൻസ് എന്തായാലും ഇവിടെ കാണും. പിന്നെ ദേ നമ്മുടെ പുതിയ ഒരു മഴവിൽ അല്ലെങ്കിൽ റെയിൻബോ എന്ന് പറഞ്ഞ ബ്രാൻഡ് പ്രിയക്ക് വേണ്ടി ബാലിയിൽ ഞാൻ പോയപ്പോ കൊറേ നല്ല ഇങ്ങനത്തെ ബാലി വ്ളോഗ് കണ്ടവർക്ക് അറിയാൻ പറ്റുമായിരിക്കും എന്റെ കമ്മലുകളുടെ കളക്ഷൻസ്. അവിടെ കുറെ ഷോപ്പിൽ ഞാൻ കാണിച്ചു തന്നു. അത് ഇവിടെ എവിടെയും ഞാൻ ഷോപ്സിൽ കണ്ടില്ലായിരുന്നു. അപ്പൊ ഇവര് നമ്മൾ അപ്രോച്ച് ചെയ്തപ്പോ അപ്പൊ തന്നെ നമ്മുടെ ടീമിനോട് പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്തതാണ്. ഭയങ്കര അഫോർഡബിൾ ആണ്. ലൈക് സ്റ്റാർട്ടിംഗ് ചില ഐറ്റംസ് ഒക്കെ 79-80 റുപ്പീസിന് തൊട്ട് തുടങ്ങി എല്ലാം ഹാൻഡ് മെയ്ഡും ആണ് ഇവരുടെ. അതെ, അതാണ് ഏറ്റവും എല്ലാം വൺ ഓഫ് എ പീസ് ആയിരിക്കും. ഇത് കണ്ട, ഇത് കൊള്ളാല്ലേ? ഇത് നോക്കി, ഇതൊക്കെ അഫോർഡബിൾ ആണ് ആൻഡ് വെരി പ്രിറ്റീസ് ആണ്. എല്ലാം ഹാൻഡ് മെയ്ഡ്. പിന്നെ നമ്മൾ ഇങ്ങനത്തെ ആൾക്കാർ കാണില്ല പ്ലാറ്റ്ഫോം കൊടുക്കുന്നത്. ലൈക്ക് അത്രയും പാഷനോടെ ചെയ്യുന്ന പ്രോഡക്ട്സ് അല്ലേ, എന്തോരം കഷ്ടപ്പെട്ട് ചെയ്യുന്നല്ലേ ഇതൊക്കെ. And they are charging very high also. See, this is so pretty, no? Yeah. Valentine's Day ഒക്കെ ഇടാൻ പറ്റും. ഒരു വൈറ്റ് ഡ്രസ്സിന്റെ കൂടെ ഒക്കെ അത് ബാങ്ക് ഓഫ് ഫാഷൻ കാണുമല്ലോ. ജസ്റ്റ് ഒരു പീസ് ഇട്ടാ മതി, ഒരു സ്റ്റേറ്റ്മെന്റ് പീസ് പോലെ ഇരിക്കും. ഇത് നോക്ക്, ഫ്ലവേഴ്സിന്റെ പോലത്തെ പെറ്റൽസ് പോലത്തെ മാല നോക്ക്. ഇതൊക്കെ നിങ്ങൾക്ക് കണ്ടാലേ അറിയാലോ പ്രിയ സ്റ്റൈലാന്ന്. ഈ മാലയൊക്കെ വലിയ വലിയ ലോക്കറ്റ്സ് ഒക്കെ ഉള്ളത്. ഇത് നോക്ക്, എന്ത് ഭംഗിയിലാ ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടോ? അപ്പൊ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും കുനിഞ്ഞു നോക്കണം കേട്ടാ. എന്ത് ഭംഗിയാലേ. ഇതൊക്കെ ഒറ്റ പീസ് ഇട്ടാ മതി ഒരു പ്ലെയിൻ ഡ്രസ്സിന്റെ കൂടെ, ലൈക്ക് സ്റ്റേറ്റ്മെന്റ്. ഇവർക്ക് മെയിൻ ആയിട്ട് ഇയറിംഗ്സും ചെയിൻസും ആണ്. ഇത് കണ്ടോ? ഇതൊക്കെ പ്രിയ ഈ കല്ലിന്റെ ചെയിൻസ് ഒന്നും ഇടാത്ത, സാധാരണ ഇതൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നതാണല്ലോ. ഇത് നോക്ക്, നല്ല ഭംഗിയില്ലേ. അപ്പൊ ഇങ്ങനത്തെ കൊറേ കളർഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട്. ഇത് അമ്മ കാണണ്ട കേട്ടോ. അമ്മയ്ക്കും മമ്മി അതെ, അമ്മേ അതെ, എല്ലാവർക്കും ഇപ്പൊ ഇങ്ങനത്തെ സാധനം ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. നല്ല ഭംഗിയില്ലേ മാല. അപ്പൊ ഇവിടെ റെയിൻബോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ആണ്. പിന്നെ റെയിൻബോ എന്ന് കാണിക്കാൻ വേണ്ടിട്ട് തന്നെയാണെന്ന് തോന്നുന്നത് അവര് റെയിൻബോന്റെ ഷേപ്പിൽ ചെയ്തു വെച്ചിരിക്കുന്നു കമ്മല്. അല്ലേ? അപ്പൊ എന്തായാലും നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാല് റെയിൻബോന്റെ കൗണ്ടർ ഒക്കെ ചെക്ക് ചെയ്യാം. നമുക്ക് ഇവിടെ കുട്ടികളുടെ ടോയ്സിനും ആൾക്കാർ കുറച്ചും കൂടെ സെലക്ഷൻ വേണം എന്ന് പറഞ്ഞു. സോ നമ്മൾ ഇവിടെ ഫൺ ടൈം എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് തന്നെ വെച്ചിരിക്കുന്നത്. നമുക്ക് ഒരുപാട് ടോയ്സ് ഉണ്ട്. സോ ഒരു റൊട്ടേഷൻ ബേസിസിലാണ് വെക്കുന്നത്. പക്ഷേ ടോയ്സിനെക്കാട്ടിലും കൂടുതൽ സെല്ലിംഗ് നമുക്ക് ഇവിടെ സ്റ്റേഷനറി പ്രോഡക്ട്സ് ആണ്. സോ ഇത് കണ്ടോ, ഇതുപോലെ പെൻ ആൻഡ് ഡയറി ഒക്കെ ഉള്ളത് നോക്കുക, ആസ്ട്രോനോട്ട് ബേസ്ഡ് അങ്ങനത്തെ ഭയങ്കര ക്യൂട്ട് സംഭവങ്ങളുണ്ട്. ഇതേ ബെയറിന്റെ നോക്ക്, ഡയറീസ്, ലിറ്റിൽ ഡയറീസ് പോലത്തെ ഉണ്ട്. അത് സീൽഡ് ആണ്. പിന്നെ അതെ ഷാർപ്നർ, പെൻസിൽസ് ഒരു സെറ്റ് ആയിട്ടേ. ഇതൊക്കെ ഇതിന് വേണ്ടി ചിലപ്പോ കുട്ടികൾ സ്കൂളിൽ പോകും. ഇതും കൊണ്ട് വന്നാൽ ഞാൻ സ്കൂളിൽ പോവാന്ന് പറയും. ഇത് നമ്മുടെ നല്ല ഇവിടെ നല്ല മൂവ്മെന്റ് ഉള്ള ഒരു ഐറ്റം ആണ്, പെൻസിൽ സെറ്റ് പോലെ. അതുപോലെ തന്നെ പെൻസിൽ ബോക്സസ് ഉണ്ട്, കാറിനുണ്ട്. ഇത് കണ്ടോ പെൻസിൽ ബോക്സ്, നല്ല ബോക്സ്, നല്ല ക്വാളിറ്റി ആണ്. ആൻഡ് ദേ ആർ നോട്ട് എക്സ്പെൻസീവ് ഓൾസോ. ഫുൾ മറ്റേ സെഗ്മെന്റ്സ് ഒക്കെയാണ്, ഫുൾ ഓർഗനൈസിങ് ചെയ്ത് വെക്കാം. അതൊന്നും പോരാതെ കുട്ടികൾക്കുള്ള നല്ല ബാഗ്സും ഉണ്ട്. ഞാനിട്ട മാച്ച് ആണോ? എനിക്ക് വ്ളോഗിംഗ് ആക്ച്വലി ഒരു ക്യാമറ ശരിക്കും ഇത് മാച്ച് ജെഫ്രിനാ ഇതല്ലേ? അല്ലേ? അതെ. അപ്പൊ ഫൺ ടൈം നിങ്ങൾ ഈ കുട്ടികളായിട്ട് വന്നാലും ഡെഫിനറ്റ്ലി കം ആൻഡ് വിസിറ്റ് ദിസ് പ്ലേസ്. കുട്ടികൾക്ക് എന്റർടൈൻഡ് ആയിട്ട് നല്ല സാധനങ്ങൾ അഫോർഡബിൾ റേറ്റ്സ് ഇവിടെ കിട്ടുക. വാലന്റൈൻസ് ഡേ ബേസ്ഡ് ആയിട്ട് കുറെ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. ഇത് പോട്ട്സ് പോലത്തെ സംഭവങ്ങൾ, ക്യൂട്ട് ആയിട്ടുള്ള വേറെ കുറെ കമ്മലുകള്. ഇതും എനിക്ക് നമ്മള് കൊറിയയിലൊക്കെ കണ്ട പോലത്തെ സംഭവം, തായ്ലൻഡിലും കണ്ടായിരുന്നു കുറെ ഉണ്ട്. പിന്നെ അതെ നമ്മുടെ അടുത്ത പുതിയ ബ്രാൻഡ് അനം എന്ന് പറയുന്ന ബ്രാൻഡ്. ഇപ്പൊ ഞാൻ ഇട്ട റീലില് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് അനം എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഡ്രസ്സാണത്. ലോങ് കഫ്താൻ, ഭയങ്കര കംഫർട്ടബിൾ ആണ്. പല കളേഴ്സും ഉണ്ട്. ഇത് സിമ്പിൾ ആയിട്ട് ഇടാം, ഭയങ്കരമായിട്ട് ഡ്രസ്സപ്പും ചെയ്യാം. അതാണ് ഇവരുടെ മെയിൻ. ഗോൾഡൻ ബെൽറ്റ്, ബ്ലാക്ക് ബെൽറ്റ്, വലിയ മാല, അതെ
വലിയ മാല പക്ഷെ എങ്ങനെയാണോ ഏത് ഒക്കേഷൻ ആണോ അതനുസരിച്ച് ചെയ്യാൻ പറ്റും. ഇതും ലൈക്ക് നല്ലൊരു വാലന്റൈൻസ് ഡേക്ക് ഫംഗ്ഷൻ ഇടാം, അല്ലാതെ നോർമൽ ഫംഗ്ഷൻസിന് ഇടാം. ആൻഡ് ഇവർക്ക് കുറെ ലൈക്ക് ഇങ്ങനത്തെ വേസും ഉണ്ട് കേട്ടോ. ഇവർക്ക് നല്ല കോട്ട് സെറ്റ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞു കുറച്ച് കോട്ട് സെറ്റ്സ് ഇടാം. അതല്ലേ തുടങ്ങിയല്ലേ ഉള്ളൂ, അവര് പയ്യെ കൊണ്ടുവരും. അവര് അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. കസ്റ്റമറിന് നല്ല ഫീഡ്ബാക്സ് അതിനത്തിന്. നല്ല പേരും അല്ലേ, അനം ഡിസൈനേഴ്സ്. പിന്നെ എന്താ നോക്ക്, കാഷ്വൽ വേഴ്സും ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാഷ്വൽ വേഴ്സും കാണാൻ. അനം സിസ്റ്റേഴ്സ് ആണല്ലോ എഴുതിയിരിക്കുന്നത്. അപ്പൊ രണ്ടുപേരുണ്ടോ? ഓക്കെ, മീറ്റ് ചെയ്യണം അവരെ. അതിനടിയിൽ നോക്കാം. ഇത് കണ്ടോ, നോർമൽ വേഴ്സും ഉണ്ട്, ലൈക്ക് പാർട്ടി വേഴ്സും ഉണ്ട്. അപ്പൊ അനം എന്ന് പറയുന്നതാണ് ഈ ബ്രാൻഡിന്റെ പേര്. നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് ഒരുപാട് ഡ്രസ്സസ് ഇവർ ചെയ്യാത്തത്, കാരണം എല്ലാം കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഡ്രസ്സസ് ആണ്. ഇതിന്റെ ബാക്ക് കണ്ടോ, നല്ല ഭംഗിയല്ലേ. എന്റെ പൈജാമയും ഇങ്ങനത്തെയാ. വെരി നൈസ്, വെരി നൈസ്, വെരി എലഗന്റ് ആൻഡ് വെരി കംഫി ഡെയിലി വെയർ. ഈ ഏരിയ മൊത്തം ഇങ്ങനത്തെ സൽവാസിന്റെ ഒക്കെ ഉണ്ട്. സോ നിങ്ങൾക്ക് എല്ലാം നമ്മൾ ഓരോരോ ഏരിയ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുക. നമ്മുടെ സ്റ്റാഫിനോട് നിങ്ങൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. കുറെ പേര് ചോദിച്ചിട്ട് അതിപ്പോ അവൈലബിൾ ആണ്. ഈ കളറും അവൈലബിൾ ആണ്, യെല്ലോവും അവൈലബിൾ ആണ്. അപ്പൊ നേരെ ഷോപ്പിൽ വന്നോളൂ. ഈ പ്രിൻസിനെ ഉണ്ടല്ലോ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു പ്രിയ ചേച്ചി കാരണം. വിടുന്നില്ല, രാത്രി പോയാലും ഫുൾ ടൈം ഫോണിൽ വന്ന്. അപ്പൊ പ്രിയ ചേച്ചി ഫോണിൽ വിളിക്കുവാണെങ്കിൽ പ്രിൻസിന്റെ അമ്മ പറയുന്നേ അല്ല, പ്രിൻസിനെ വിളിച്ച കിട്ടില്ല, എപ്പോഴും കോൾ വെയിറ്റിംഗിലായിരിക്കും. കോൾ വെയിറ്റിംഗ് വിത്ത് പ്രിയ പോയത്. അല്ല, പ്രിൻസിന്റെ അമ്മ പറഞ്ഞു ഓ പ്രിയ ചേച്ചിയാണോ വിളിച്ചത്, ഇനി എന്തായാലും 2 മണിക്കൂർ കഴിഞ്ഞ് അവനെ നോക്കിയാൽ മതി. അതായത് രാവിലെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാ രാത്രി വരെ ഓരോ സംശയം. അതെന്താണെന്നറിയോ, നിങ്ങൾ രണ്ടുപേരും ഭയങ്കര പയ്യാണ് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നത്. എന്നെ പോലെ സംസാരിച്ച 10 മിനിറ്റ് തീരേണ്ട കാര്യം. അതെ പ്രിൻസ് നാളെ അവര് എപ്പോ വരും, അപ്പൊ പ്രിൻസ് അതെ പ്രിയ ചേച്ചി അവര് ചിലപ്പോ ഒരു 1/2 മണിക്കൂർ വൈകി. ഇത് 10 മിനിറ്റ് ആണ് ഈ ഒരു മിനിറ്റ് തീരേണ്ട കാര്യങ്ങൾ. രണ്ടുപേരും കണക്കാ. കാര്യം പെട്ടെന്ന് തീർക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിലെ വോൾട്ടൻസ് ബുട്ടീക്ക് ഓൾറെഡി നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ ഡിമാൻഡ് ഉള്ള കാരണവും ഒരുപാട് പുതിയ സാധനങ്ങൾ അവർക്ക് ഉള്ളത് കൊണ്ട് അവർ എക്സ്ട്രാ സ്പേസ് എടുത്തിരിക്കുവാണ്. ഇത് പ്രിയയുടെ നിർബന്ധത്തിലാണ് അവര് വെച്ചത്. ഞാൻ അവരോട് പ്രത്യേകം പറഞ്ഞു എനിക്ക് ഇങ്ങനത്തെ ഒരു ഡ്രസ് എനിക്ക് അവർ തന്നിട്ടുണ്ടായിരുന്നു. ദിസ് ഇസ് ഓസം. ഇതൊരു താജ് ലേക്ക് പാലസിലൊക്കെ ഇടുന്ന പോലെ ഉള്ള ഒരു ബാത്റൂം ആണ് അല്ലേ. നമ്മൾ താജ് ലേക്ക് പാലസിലും കണ്ട ഏകദേശം ആ ക്വാളിറ്റി ആണ് കേട്ടോ. 2 കളർ ഷെയ്ഡ്സ് ഉണ്ട്. ഐ ആം ഷുവർ യു വിൽ നോട്ട് ഗെറ്റ് ദിസ് ലൈക്ക് എനിവെയർ എൽസ്. കൊച്ചിയിൽ അറ്റ്ലീസ്റ്റ് അത്രയും യുണീക്ക് ആയിട്ടുള്ള സംഭവമാണ്. ഇങ്ങനത്തെ കുറെ ലൈറ്റ് വെയിറ്റ് നമ്മുടെ ക്ലൈമറ്റിന് ഇടാൻ പറ്റിയ ഇവരുടെ കോൺസെപ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ജയ്പൂർ അല്ലെങ്കിൽ രാജസ്ഥാനി ഫാബ്രിക് ഇവർക്ക് ഓൺ യൂണിറ്റ് ഒക്കെ ഉണ്ട്. അത് പക്ഷെ വെസ്റ്റേൺ രീതിയിൽ. ഫോർട്ട് കൊച്ചിയിലാണ് ഇവരുടെ മെയിൻ ഷോപ്പ് ഉള്ളത്. കണ്ട അത് ഒരുപാട് അതുപോലത്തെ വെസ്റ്റേൺ ക്ലോത്ത്സ് ഉണ്ട് ഇടുന്ന പറ്റിയ സാധനങ്ങളാ. നല്ല കളർഫുൾ ആണ്, നല്ല ക്ലൈമറ്റ്, നല്ല മെറ്റീരിയൽസ് ആണ്. ഒരുപാടുണ്ട് ഇവർക്ക്, അതുകൊണ്ടാണ് അവള് എക്സ്ട്രാ റാക്ക് എടുത്തത്. പിന്നെ ഓബിയസ്ലി ഷർട്ട്സിന് ഞാനിപ്പം വോൾട്ടൻസ് മാത്രമേ ഇടാറുള്ളൂ. ആൻഡ് യു ക്യാൻ ഹൈലി റെക്കമെൻഡഡ് പ്രോഡക്ട്സ് ആണ്. പ്രിയ ഈ ബാഗ് അതെ കണ്ട അത് ഈ ബാഗ് ആയിരുന്നു കേട്ടോ. ഒരു വ്ളോഗിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. സോ അത് ഈ ബാഗ് ആയിരുന്നു. അത് തന്നെ ഇവിടെ കുറെ കളേഴ്സ് ഉണ്ട്. ഇപ്പൊ പ്രിയ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വെറുതെ ഓരോ സ്ഥലത്ത് ഞാൻ പൈസയൊക്കെ കൊടുത്ത് വാങ്ങിയ ബാഗ് ഒന്നും ഉപയോഗിക്കുന്നില്ല കേട്ടാ. സത്യമായിട്ട് ഇതിന്റെ അത് കണ്ടറിയാലോ എത്ര റഫ് യൂസിലാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അതെന്താറിയോ ഭയങ്കര കംഫർട്ടബിൾ ആണത്. എത്ര ഒരു ഐ തിങ്ക് ഒരു കാലിക്കറ്റ് എക്സിബിഷൻ സമയത്ത് വാങ്ങിയതാ, അല്ല കൊച്ചിയിൽ എക്സിബിഷൻ സമയത്ത് തന്നതാ അവര്. എന്നിട്ട് ഇപ്പോഴും അത് ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് പുതിയത്. എല്ലാരും മിഡ് നൈറ്റ് സെയിലിന് വരുക. ഈ ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ 9th and 10th നമ്മളെല്ലാരും കാണും ഇവിടെ. അതല്ലാതെ വാലന്റൈൻസ് ഡേ രാത്രി 12 മണി വരെ വി ആർ ഓപ്പൺ. അതല്ലേ മിഡ് നൈറ്റ്. ഈ പ്രിയയുടെ കാര്യം ഉണ്ടല്ലോ. അപ്പൊ 12 മണി വരെ ഞങ്ങൾ ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ ഉണ്ട്. അല്ലാതെ ഈ മോർണിംഗ് 11 to നൈറ്റ് 12 o'clock ഉണ്ട് ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ. അതല്ലാതെ കുറെ പുതിയ കളക്ഷൻസ് ഉണ്ട്. എല്ലാരും വന്ന് നമ്മുടെ ഇവിടെ ഈ ഒരു വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാൻ നോക്കും. അല്ലെങ്കിൽ ഈ ഒരു മാസം
മന്ത് ഓഫ് ലവ് അല്ലെ, ഷോ അസ് സം ലവ് എന്ന് പറയുന്ന പോലെ. എന്നിട്ട് ഈ ട്രീയുടെ ഇവിടെ വന്ന് അതാണ് സാധാരണ നമ്മുടെ ഫോട്ടോ ബൂത്ത് അതാണ്. പക്ഷെ അതിന് പകരം ഇത്തവണ നിങ്ങള് മരത്തിൽ വെച്ച് ഫോട്ടോ എടുക്കുക. അതെ അല്ലേ? അതെ, ഈ മരം കണ്ട ആരായാലും പറയണം ഇത് ഹാപ്പി സ്റ്റോറിലെ മരമാണ്. അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇറങ്ങാലോ. അപ്പൊ എന്തായാലും ഹോപ്പ്ഫുള്ളി വാട്സ്ആപ്പ് ചാനൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പ്രിയയുടെ ഉത്തരവാദിത്തമാണ് ഡെയിലി അതിൽ അടിപൊളി പ്രൊഡക്ട്സ് ഇടാനായിട്ട്. ഓക്കെ, അപ്പൊ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.